കാസർകോട്ടെ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാശ്രമത്തിൽ മൻസൂർ ആശുപത്രിക്കെതിരെ പെൺകുട്ടിയുടെ അമ്മ. ഹോസ്റ്റൽ വാർഡൻ മോശമായി പെരുമാറി. ആശുപത്രിയിലെ പ്രശ്നങ്ങൾ മകൾ മുൻപും പറഞ്ഞിട്ടുണ്ട് എന്ന് മാതാവ് 24-നോട് പറഞ്ഞു. വാടും പണ്ട് നേരത്തെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. അവര് നല്ലോണം പേടിപ്പിച്ചെന്നാ പറഞ്ഞ് ഞാൻ അറിഞ്ഞത്. കൊച്ചിനെ ഞാൻ നല്ലൊരു കൂട്ടുകാരിയല്ല കുഞ്ഞിയുടെ. എല്ലാവരോടും ചോദിച്ചറിയാം. എന്റെ എന്നോട് എന്ത് വിഷമം പറഞ്ഞാലും ഞാൻ പറയും, എന്റെ മോള് വിഷമിക്കണ്ട, കുറച്ച് നാളും കൂടി പിടിച്ചു നിന്നാൽ മതി. എന്ത് വന്നാലും ഞാൻ പറഞ്ഞു, പക്ഷേ തോറ്റെന്ന് പറഞ്ഞു, തോക്കുവാണെങ്കിൽ തോറ്റോട്ടെ, നമുക്ക് എടുത്ത് നിന്നെ എഴുതിച്ചത് പിടിച്ച് കേട്ടാ എന്റെ മോള് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു. അരുൺ പാറക്കലുണ്ട് ഇപ്പോൾ കാസർഗോഡ് എന്ന. അരുൺ, വലിയ പ്രതിഷേധം ഈ സംഭവത്തിൽ ഉണ്ടാകുന്നുണ്ടല്ലോ. അല്പസമയത്തിനകം അവിടേക്ക് ഈ യുവജന സംഘടന അടക്കം മാർച്ച് നടക്കാനിരിക്കുകയാണല്ലോ. എന്തൊക്കെയാണ് ഇപ്പോൾ അമ്മ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ, അരുൺ? ഉന്മേഷ്, മൻസൂർ ആശുപത്രിയിലേക്ക് വലിയ പ്രതിഷേധത്തിന് കളമൊരുങ്ങുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പെൺകുട്ടിയുടെ മാതാവുമായി നമ്മൾ സംസാരിച്ചത്. ആ സമയത്ത് പറഞ്ഞത് കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. കുട്ടിക്ക് പനി ബാധിച്ചിട്ടുണ്ട്, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് മാതാവ് പറയുന്നുണ്ട്. ഒപ്പം ഈ ആശുപത്രിയിലെ ഹോസ്റ്റൽ വാർഡനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുട്ടിയുടെ മാതാവിനോട് പെൺകുട്ടി സൂചിപ്പിച്ചിരുന്നു, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ആ സമയത്ത് കുട്ടിയുടെ അമ്മ കുട്ടിക്ക് മറുപടി നൽകി. അതായത് ഇനി കുറച്ചു നാൾ മാത്രമല്ലേ ഇവിടെ പഠിക്കാനുള്ളൂ, എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്ന് കുട്ടിയുടെ അമ്മ കുട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന് അവരാരും പ്രതീക്ഷിച്ചതല്ല. ഇവിടെ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് അലൗഡ് അല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും തന്നെ കുടുംബത്തെ, വീട്ടിലെ മറ്റ് ആളുകളെ, ബന്ധുക്കളെ ആരെയും അറിയിക്കാനും സാധിച്ചിട്ടില്ല. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. മറ്റ് വിദ്യാർത്ഥിനികളും ഇന്നലെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ പോലീസുമായി നടത്തിയ ചർച്ചയിൽ അവർ താൽക്കാലികമായ പ്രതിഷേധം അവസാനിപ്പിച്ചതാണ്. ഇന്ന് വീണ്ടും 11 മണിക്ക് വിദ്യാർത്ഥി പ്രതിനിധികളുമായും ഡിവൈഎസ്പിയുമായും ഇന്ന് വീണ്ടും ചർച്ച നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഹോസ്റ്റൽ വാർഡനും അതുപോലെ തന്നെ ആശുപത്രി മാനേജ്മെൻറ്റും ഇത്തരത്തിൽ ഇവിടെ പഠിക്കുന്ന കുട്ടികളോട് മോശമായി പെരുമാറുന്നു. അത് നിരന്തരമായി ഉണ്ടാകുന്നൊരു കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസുകളൊക്കെ തന്നെ ഒതുക്കി തീർക്കുന്ന സാഹചര്യം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. കുട്ടിയുടെ കുടുംബവും ഇപ്പോൾ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഉന്മേഷ്, അരുൺ, ഈ കാര്യത്തിൽ ഈ മാനേജ്മെന്റ് എന്താണ് വ്യക്തമാക്കുന്ന നിലപാട്? ഈ പരാതികൾ ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ ഈ നടപടി ഉണ്ടെന്ന് പറയുക മാത്രമാണോ ചെയ്യുന്നത്? ഉന്മേഷ്, ആശുപത്രി മാനേജ്മെൻറ്റുമായും എം ഡിയുമായും ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്ത് പറഞ്ഞത് ഇതിനെക്കുറിച്ച് അറിയില്ല, എന്താണ് ഇങ്ങനെ സംഭവിച്ചത്, ഹോസ്റ്റലിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യം ആശുപത്രി മാനേജ്മെൻറ്റിന് അറിയില്ല. ഇനി അതിലൊരു ആഭ്യന്തര അന്വേഷണം ആശുപത്രി മാനേജ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇന്നലെ എം ഡി സി ഷംസുദ്ദീൻ അറിയിച്ചത്. ആശുപത്രി ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. ജില്ലാ കളക്ടറോട് ഇന്നലെ നമ്മൾ സംസാരിച്ചിരുന്നു. ആ സമയത്തൊന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറയുന്നില്ല. അന്വേഷണവും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. നിലവിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഉന്മേഷ്, അരുൺ, ഈ കുട്ടികളുടെ നിലപാട് എന്താണ്? കഴിഞ്ഞ ദിവസമൊക്കെ അവരുടെ സമരമൊക്കെ ഉണ്ടായിരുന്നല്ലോ, അവിടെ വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ അവിടെ സാക്ഷ്യം വഹിച്ചിരുന്നുവല്ലോ. ഇപ്പോൾ എന്താണ് അവിടുത്തെ കുട്ടികൾ സ്വീകരിക്കുന്ന നിലപാട്? ഉന്മേഷ്, കുട്ടികളാരും തന്നെ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടില്ല. കുട്ടികൾ ഈ ഹോസ്റ്റലിന് അകത്ത് തന്നെയാണ് എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് അന്വേഷിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. ഇന്നലെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധം ഈ പെൺകുട്ടികൾ നിരന്തരമായി, ഇവിടെ പഠിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾ നിരന്തരമായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. ഹോസ്റ്റൽ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ വാർഡനും അവരോട് ക്രൂരമായി പെരുമാറുന്നു, അവരെ മാനസികമായി ഉപദ്രവിക്കുന്നു, തളർത്തുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്നലെ പുറത്തു വന്നത്. അതിനുശേഷമാണ് ഹോസ്ദുർഗ് സി ഐയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയത്. ആ ചർച്ചയ്ക്ക് ശേഷം താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളുടെ പരാതി കൃത്യമായി എഴുതി നൽകാൻ പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വീണ്ടും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ചർച്ച ഉണ്ടാവും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ താൽക്കാലികമായ പ്രതിഷേധം അവസാനിപ്പിച്ചത്. എന്തായാലും ഈ ഹോസ്റ്റലിൽ അവരനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ അത് വളരെ ക്രൂരമാണ് എന്ന് തന്നെയാണ് വിദ്യാർത്ഥികളുടെ നിലപാട്. പ്രതിഷേധം ശക്തമാവുമെന്നും വിദ്യാർത്ഥി പ്രതിനിധികൾ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോലീസുമായുള്ള ചർച്ചയെ തുടർന്നാണ് താൽക്കാലികമായി ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. അരുണിയും, ഏതൊക്കെ സംഘടനകളാണ് ഇന്ന് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആശുപത്രിയിലേക്ക്? അരുൺ,
ഉന്മേഷ്, വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇന്നിപ്പോൾ ആശുപത്രിയിലേക്ക് അല്പസമയത്തിന് ശേഷം മാർച്ച് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. SFIയുടെ നേതൃത്വത്തിലാണ് ആദ്യ മാർച്ച്. 10 മണിയാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ 11 മണിയോടുകൂടി മാർച്ച് ഇവിടേക്ക് എത്തും, ഈ മൻസൂർ ആശുപത്രിയിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം NCP അതുപോലെ തന്നെ വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് മാർച്ചുമായി എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പോലീസ് സുരക്ഷാ സന്നാഹമാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഹോസ്ദുർഗ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുന്നു. SFIയുടെ നേതൃത്വത്തിലുള്ള സമരം, അത് പ്രതിഷേധ മാർച്ച് അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തിച്ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആശുപത്രിക്കെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നു. അത് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. നാട്ടുകാർ ഇന്നലെ നമ്മൾ ബന്ധപ്പെട്ട സമയത്തൊക്കെ സൂചിപ്പിച്ചത് ഇവിടെ മുൻകാലങ്ങളിലും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ആശുപത്രിയിൽ പെൺകുട്ടികൾ, ഈ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പരാതിയുമായി മുന്നോട്ട് വരുന്ന പെൺകുട്ടികളെ ഇവർ മാനസികമായി ഉപദ്രവിക്കും. അവരുടെ ഫീസും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ഒക്കെ ഇവിടെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമാണ്. അത് വിട്ടു നൽകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ മാനസികമായി തളർത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ പരാതിക്കാർ മുഴുവൻ ഈ പരാതി പിൻവലിച്ച് അവർ ഒരു മൗനം പാലിക്കുന്ന സ്ഥിതിയാണ് മുൻപൊക്കെ ഉണ്ടായിരുന്നത്. ഇതിലൊരു കൃത്യമായ നടപടി വേണമെന്ന് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട്. ഉന്മേഷ്, അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.